മാജിക് റിങ് പഠിച്ച സ്ഥിതിക്ക് നമുക്കൊരു ഹേർട്ട് ഉണ്ടാക്കി നോക്കിയാലോ. മാജിക് റിങ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ മാജിക് റിങ് ചെയ്തതിന് ശേഷം 2 ചെയിനും കൂടി ചെയ്യണം കേട്ടോ. മാജിക് റിങ്ങിൻ്റെ പുറത്താണ് നമ്മൾ ചെയിൻ ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ മാജിക് റിങ്ങിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ചെയിൻസ് ഇട്ടതിന് ശേഷം നമുക്ക് 3 ട്രബിൾ ക്രോഷ്യ ചെയ്യണം. അതിനായിട്ട് 2 തവണ യാൺ ഓവർ ചെയ്യുക. മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ പുറത്തേക്ക് എടുക്കുക. ഇപ്പം 4 ലൂപ്പ് ഉണ്ടാവും. പിന്നെ യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിലൂടെ പുതിയ ലൂപ്പ് വലിച്ചെടുക്കുക. എഗൈൻ യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് 2 ലൂപ്പിലൂടെ പുതിയ ലൂപ്പ് വലിച്ചെടുക്കുക. ലാസ്റ്റ് 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിലൂടെ പുതിയൊരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇതുപോലെ ഇനി 2 ട്രിപ്പിൾ ക്രോഷ്യം കൂടി ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 ചെയിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഹേർട്ടിൻ്റെ 1 സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് 3 ചെയിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഈ ലൂപ്പ് ഹുക്കിൽ ഓൾറെഡി ഇല്ല ലൂപ്പിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി യാണിങ്ങനെ വലിച്ചെടുത്തിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ചിനെ സ്ലിപ്പ് സ്റ്റിച്ച് എന്നാട്ടോ പറയുന്നത്. മാജിക് റിങ്ങിൻ്റെ ടൈലെന്നും കൂടി നന്നായിട്ട് വലിച്ചെടുത്താൽ നമ്മളെ ടൈനി ഹേർട്ട് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടൊന്നും മറക്കല്ലേ.